കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരെ ഡെൻമാർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് പുതിയ പദ്ധതിയുമായി നോർക്ക റൂട്ട്സ് ഡെൻമാർക്ക് മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസുമായുള്ള കരാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ കൈമാറി. ആരോഗ്യ മേഖലയുടെ മികവും ട്രിപ്പിൾ വിൻ പദ്ധതി വിജയവുമാണ് കേരളത്തിലേക്ക് ആകർഷിച്ചതെന്ന് ഡെൻമാർക്ക് മന്ത്രി മെറ്റെ കിയർഗാർഡ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡെൻമാർക്കിലെ പൊതു ആരോഗ്യ മേഖലയിലേക്ക് BSc നഴ്സ്, സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, സോഷ്യൽ ആൻഡ് ഹെൽത്ത് കെയർ ഹെൽപ്പേഴ്സ് എന്നീ പ്രൊഫഷനുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ്. തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും B2 ലെവൽ വരെയുള്ള ഡാനിഷ് ഭാഷാ പരിശീലനവും ലഭ്യമാക്കും. റിക്രൂട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചേംബറിൽ നടന്ന ചടങ്ങിൽ ഡെൻമാർക്കിലെ മിനിസ്ട്രി ഓഫ് സീനിയർ സിറ്റിസൺസ് ഡെപ്യൂട്ടി പെർമനന്റ് സെക്രട്ടറി കിർസ്റ്റൻ ഹാൻസനും നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയും തമ്മിൽ കരാർ കൈമാറി. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുടെ മികവും ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ വിജയവുമാണ് കേരളത്തിലേക്ക് ആകർഷിച്ചതെന്ന് ഡെൻമാർക്ക് മിനിസ്റ്റർ ഫോർ സീനിയർ സിറ്റിസൺസ് മെറ്റെ കിയർഗാർഡ് പറഞ്ഞു. കേരള സമൂഹത്തിന്റെ ക്ഷേമ വികസന കാഴ്ചപ്പാടുകൾ ഡെൻമാർക്കുമായി യോജിച്ചു പോകുന്നതാണെന്നും മെറ്റെ കിയർഗാർഡ് കൂട്ടിച്ചേർത്തു. I personally believe that this is one of the reasons in Denmark would be famous for its welfare society and our strong labor rights. It has been very important for us, and it's been very important in the signing of the agreement that conditions of education, condition of working, and conditions of living in Denmark are exactly the same as Danish citizens. So therefore, 2024 ഒപ്പിട്ട ഡെൻമാർക്ക് മൊബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ പങ്കാളിത്ത കരാറിന്റെ ഭാഗമായാണ് റിക്രൂട്ട്മെന്റ്. കരാർ നടപടികൾക്കായി ഡെൻമാർക്കിൽ നിന്നുള്ള 8-അംഗ മന്ത്രിതല പ്രതിനിധി സംഘമാണ് തിരുവനന്തപുരത്തെത്തിയത്. നോർക്ക റെസിഡൻസ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ, വകുപ്പ് സെക്രട്ടറി TV അനുപമ തുടങ്ങിയവരും പാർട്ണർഷിപ്പ് മീറ്റിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.